2025 റിലീസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് ബോഡി ഹൊറർ മൂവിയാണ് ടുഗദർ. പുതിയൊരു നാട്ടിലേക്ക് വരുന്ന ഒരു കപ്പിൾ അവർ വീടിന് തൊട്ടടുത്തുള്ള ഒരു കാട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അറിയാതെ ഒരു കുഴിയിൽ വീണു പോകുന്നു. എന്നാൽ അവിടെ മുതൽ പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു പോവുകയാണ്. ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് നടക്കുന്നതും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് കാണാതായ രണ്ടുപേർക്ക് വേണ്ടി ഒരു കാട് മുഴുവൻ തിരയുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാണാതായത് ഒരു ഹസ്ബൻഡ് വൈഫും ആണ്. പക്ഷേ എത്രയൊക്കെ കാട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അവരെ കുറിച്ച് മാത്രം ഒരു വിവരവും ഇല്ല. എന്നാൽ ഇതേ കാട്ടിൽ തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. അതിന്റെ ഉൾവശമാണെങ്കിൽ ഒരു വലിയ ഗുഹ പോലെയും. തിരച്ചിലിനായി വന്നവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 ഡോഗ്സ് എങ്ങനെയോ ആ കുഴിയിൽ എത്തപ്പെട്ടു. ആ കുഴിയുടെ ഉള്ളിൽ തന്നെ ചെറിയൊരു കുളം പോലെ ഉണ്ടായിരുന്നു. കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു വശപ്പിശകുള്ളതുപോലെ. പക്ഷേ വെള്ളം കണ്ടതും ഈ 2 ഡോഗ്സ് ഓടി വന്ന് അതിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. മാത്രമല്ല വെള്ളത്തിന്റെ അടിയിൽ നിന്നും ഇതാരോ നോക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അല്പസമയം കഴിഞ്ഞതും ഈ ഡോഗ്സിന്റെ ഓണർ കാണാതായ ആൾക്കാരെ തേടി നടക്കുന്നതിന്റെ ഇടയിലാണ് തന്റെ ഡോഗ്സിനെ കാണുന്നത്. പക്ഷേ എന്തോ പന്തിയല്ലാത്തതുപോലെ അയാൾക്ക് തോന്നി. കാരണം ഈ 2 ഡോഗ്സും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ഓണർ അടുത്ത് വന്നിട്ട് അയാളെ പോലും അതുങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ അയാളാണെങ്കിൽ അതത്ര വലിയ കാര്യമാക്കിയതുമില്ല. തിരികെ വീട്ടിലേക്ക് വന്ന് സാധാരണ പോലെ ആ ഡോഗ്സിനെ കൂട്ടിലടക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴും ആ ഡോഗ്സ് അതുപോലെ തന്നെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാണ്. അങ്ങനെ രാത്രിയായി. പതിവില്ലാതെ പട്ടികളുടെ കൂട്ടിൽ നിന്നും ശബ്ദം കേട്ടതും അയാൾ സംശയത്തോടെ കൂട്ടിലേക്ക് ചെന്ന് നോക്കുന്നു. പക്ഷേ ഇരുട്ട് കാരണം ഒന്നും വ്യക്തമല്ല. എന്നാലും കൂടിനുള്ളിലെ എന്തോ ഒരു രൂപം നിൽക്കുന്നത് അയാൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിന്റെ കൂടെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള മുരൾച്ചയും. അയാളാണെങ്കിൽ പേടിയോടെ വിറച്ച് കയ്യിലുണ്ടായിരുന്ന ടോർച്ച് അടിച്ച് നോക്കിയതും കണ്ട കാഴ്ചയിൽ അയാൾ ഞെട്ടി വിറച്ചുപോയി. അത് രണ്ടും കൂടി ഒട്ടി പരസ്പരം മെർജായതുപോലെ ഒരു വികൃത രൂപം. ഇവിടം മുതലാണ് കഥയുടെ തുടക്കം. അടുത്തതായിട്ട് നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. പേര് ടിം. അവന്റെ പേരൻസ് റീസെന്റ് ആയിട്ടാണ് മരിച്ചതും. അവരുടെ ഫോട്ടോസ് ഒക്കെ നോക്കി സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് അവന്റെ ഗേൾഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവളാണ് നമ്മുടെ നായിക. പേര് മിലി. ഇപ്പോ മിലിക്ക് കുറച്ച് ദൂരെയുള്ള ഒരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. അത് കാരണം 2 പേരും ഈ സിറ്റി വിട്ട് ആ സ്കൂളിനടുത്തേക്കുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. അതിനു മുന്നേ അവസാനമായിട്ട് ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് ചെറിയൊരു പാർട്ടി. ആ പാർട്ടിയിൽ വെച്ച് മിലി ടിമ്മിനെ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷേ അതിന് പെട്ടെന്നൊരു മറുപടി പറയാതെ അവൻ കുറച്ചു നേരം ആലോചിച്ച് നിൽക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തതും അവൾക്ക് ആകെ അങ്ങ് വല്ലാതായി. അയ്യോ മിലി, സോറി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാനും നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവന്റെ ആ മറുപടിയിൽ അവൾ ഒട്ടും തൃപ്തിയായിരുന്നില്ല. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ഇതിനെപ്പറ്റി അവൾ അവനോട് ചോദിക്കുകയും ചെയ്തു. നിനക്ക് എന്നോട് ഇപ്പോൾ ഒട്ടും താല്പര്യമില്ല. എന്താ ഇപ്പൊ ഒന്നും വേണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടോ? സത്യമായിട്ടും ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. അന്നേരം പെട്ടെന്നായതുകൊണ്ട് ഞാൻ ആകെ ഫ്രീസായി പോയതാ. സത്യമായിട്ടും അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മിലി. പക്ഷേ അവന്റെ ആ മറുപടി അവൾക്ക് തീരെ ബോധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവനെ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കിടന്ന് ഉറങ്ങാനും തുടങ്ങി. അങ്ങനെ പാതിരാത്രിയായി. ഉറക്കത്തില് മിലി എന്തോ സംസാരിക്കുന്നത് പോലെ തോന്നിയിട്ടാണ് ടിം ഉണരുന്നത്. നീ എന്തായി പറയുന്നത്? നീ അവരോട് പോകാൻ പറ. അവരിങ്ങനെ തുറച്ചു നോക്കുന്നത് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവള് പറയുന്നത് കേട്ട് മുന്നിലേക്ക് നോക്കിയ ടിം കാണുന്നത് തന്റെ ബെഡിന്റെ മുന്നിലായിട്ട് മറ്റൊരു ബെഡാണ്. അതിൽ മരിച്ചുപോയ അവന്റെ അമ്മ അവനെ തുറച്ചു നോക്കിയിരിക്കുന്നു. പേടിച്ചുപോയ അവൻ പെട്ടെന്ന് ബെഡ്ഷീറ്റിനുള്ളിലേക്ക് കയറി ഒളിക്കാൻ നോക്കിയതും ദേ അതിനകത്തൂടെ കയറി വരുന്നു. എന്നാൽ ഇതൊക്കെ അവൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു കേട്ടോ. ഉറക്കം ഞെട്ടി എഴുന്നേറ്റപ്പോഴാണ് ആൾക്കത് മനസ്സിലായതും. മാത്രമല്ല ഇപ്പൊ അവര് നേരത്തെ പറഞ്ഞ ആ പുതിയ വീട്ടിലേക്ക് താമസവും മാറിയിട്ടുണ്ട്. അങ്ങനെ 2 പേരും കൂടി സാധനങ്ങളൊക്കെ വീടിനകത്തേക്ക് അടുക്കി പറക്കി വെക്കുകയാണ്. ആ സമയത്താണ് ടിമ്മിന് എന്തോ അഴുകിയതുപോലെ ഒരു സ്മെല്ലടിക്കുന്നു. എന്താണെന്ന് അറിയാനായിട്ട് വീട് മുഴുവനും തപ്പി അവൻ നേരെ മുകളിലേക്ക് ചെല്ലുന്നു. അപ്പോഴാണ് സീലിംഗിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റിന്റെ ഉള്ളിൽ നിന്നുമാണ് സ്മെല്ല് വരുന്നതെന്ന് മനസ്സിലായത്. അവൻ വേഗം തന്നെ ആ ലൈറ്റ് ഇളക്കി നോക്കുന്നു. കൈയിട്ട് നോക്കിയപ്പോഴാണ് അതിനുള്ളിലെ ചത്ത എലിയാണെന്ന് മനസ്സിലായത്. ഒരെണ്ണമേ ഉള്ളൂ എന്ന് കരുതി അവൻ അതിനെ വലിച്ചെടുത്തതും ദേ അതിന്റെ കൂടെ 5-6 എലി കൂടി പുറത്തേക്ക് വരുന്നു. പെട്ടെന്ന് അതിനുള്ളിലെ ഒരു എലി കരഞ്ഞതും അവൻ പേടിച്ചതിന് താഴേക്കിട്ടു. അപ്പോഴാണ് ശരിക്കും ആ എലികളെ അവൻ ശ്രദ്ധിക്കുന്നതും. തുടക്കത്തിൽ കാണിച്ച ആ 2 ഡോഗ്സ് ഇല്ലേ, അതിനെ പോലെ തന്നെ ഈ 6 എലികളുടെ ശരീരങ്ങൾ തമ്മിൽ മെർജായി കിടക്കുകയാണ്. ഒരു പക്ഷേ ആ ഗുഹയിലെ വെള്ളം ഈ എലികളും കുടിച്ചു കാണും. എന്തായാലും ടിമ്മിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒരു ചുക്ക് മനസ്സിലായില്ല. അവൻ വേഗം തന്നെ ആ മുഴുവൻ എലികളെയും ദൂരേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ പിറ്റേന്ന് തന്നെ മിലി പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ വെച്ച് അവൾ ജെമി എന്ന പേരുള്ള ഒരാളെ പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേ സ്കൂളിലെ ടീച്ചർ തന്നെയാണ്
തന്നെയാണ് അയാളും. മാത്രമല്ല പറഞ്ഞു വരുമ്പോൾ രണ്ടുപേരും അയൽക്കാരാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവര് നല്ല ഫ്രണ്ട്സ് ആവുകയും ചെയ്തു. അങ്ങനെ പിറ്റേന്നായതും ടിമ്മും മിലിയും കൂടി വീടിന്റെ തൊട്ടടുത്തുള്ള കാടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. അങ്ങനെ നടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് രണ്ടുപേരും ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു ബെല്ല് കാണുന്നത്. അതിന്റെ കൂടെ അവിടെ തന്നെ ഒരു ത്രികോണ ഷേപ്പിൽ കുറെ വള്ളിച്ചെടികൾ വളർന്നു നിൽക്കുന്നു. അതിന്റെ ഉള്ളിൽ കൂടി തന്നെ നടന്നു പോകാനായിട്ട് ഒരു വഴിയും. എവിടേക്കോ ചെല്ലാൻ വേണ്ടിയുള്ള ഒരു വഴിയാണത്. മാത്രമല്ല അതിന്റെ ഉള്ളിലും കുറെ മണികൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതെല്ലാം കൂടി കണ്ടപ്പോൾ ടിമ്മിന് എന്തോ വെറൈഡായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി മറ്റൊരു വഴി നോക്കി നടക്കാൻ തുടങ്ങി. എന്നാൽ അല്പസമയം കഴിഞ്ഞതും ഒടുക്കത്തെ മഴ. മാത്രമല്ല ഏത് വഴിയാണ് വന്നത്, ഏത് വഴിയാണ് പോകേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ടിം വേഗം ഫോൺ എടുത്ത് അതിൽ ഡയറക്ഷൻ നോക്കി മുന്നോട്ട് നടക്കാനായിട്ട് തുടങ്ങിയതും പെട്ടെന്നൊരു കുഴിയിലേക്ക് വീണത് ഒരുമിച്ചായിരുന്നു. തുടക്കത്തിൽ കാണിച്ച അതേ കുഴി. പക്ഷേ അവൻ വീണില്ലായിരുന്നു കേട്ടോ. അതിലുള്ള ഒരു കമ്പിയിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുവാണ്. മിലി വേഗം ഓടിച്ചെന്ന് അവനെ പിടിച്ച് മുകളിലേക്ക് കയറ്റാൻ തുടങ്ങിയെങ്കിലും പിടിവിട്ട് അവൻ താഴേക്ക് വീണതിനൊപ്പം മിലിയും കൂടി ആ കുഴിയിലേക്ക് വീണുപോയി. ഭാഗ്യത്തിന് ഒരുപാട് ആഴമുണ്ടായിരുന്നില്ല. ടിമ്മിന് മാത്രം കാലിന് ചെറുതായിട്ടൊരു വേദന, അത്രയുള്ളൂ. പക്ഷേ വീണ സ്ഥലം ഏതാണ്? കണ്ടിട്ട് തന്നെ വല്ലാത്തൊരു നെഗറ്റീവ് ഫീൽ. കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഗുഹ. ഇരുട്ടായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും കാണാനും പറ്റുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം. ഈ പെരുമഴയത്തോ? ആദ്യം മഴയെന്ന് കുറയട്ടെ. ടിം പറഞ്ഞതുപോലെ പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ കത്തിച്ച് ആ വെട്ടത്തിൽ അവിടെ മുഴുവൻ നോക്കാൻ തുടങ്ങി. അങ്ങനെ അവന് കുറച്ച് മരത്തടികളും കിട്ടുന്നുണ്ട്. അതെല്ലാം കൂടി കൂട്ടി വെച്ച് തീ കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. എനിക്ക് നല്ലതുപോലെ ദാഹിക്കുന്നുണ്ട്. എനിക്കും. പക്ഷേ ഈ വെള്ളം കുടിക്കാൻ കൊള്ളാമോ? ആ ഗുഹയിൽ തന്നെയുള്ള ചെറിയൊരു കുളം നോക്കിയാണ് അവനത് ചോദിച്ചതും. തുടക്കത്തില് 2 ഡോഗ്സ് വെള്ളം കുടിച്ചില്ലേ, അതേ കുളം. ആദ്യം ഞാൻ കുടിച്ചു നോക്കാം, കൊള്ളാമെങ്കിൽ നമുക്ക് കുടിക്കാലോ. അത് പറഞ്ഞ് അവൻ ചെന്ന് കയ്യിൽ കുറച്ച് വെള്ളം കോരിയെടുത്ത് കുടിച്ചു നോക്കുന്നു. കുടിച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയതുമില്ല. അതുകൊണ്ട് തന്നെ അവനൊരു ബോട്ടിൽ നിറയെ കുടിക്കാനായിട്ട് വെള്ളം നിറച്ചെടുക്കുന്നു. അങ്ങനെ ചെറിയൊരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് രണ്ടുപേരും കൂടി ആ വെള്ളവും കുടിച്ച് ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കാൻ തുടങ്ങി. അല്ല, ഇന്നാ എലികള് ലൈറ്റിനടിയിലായിരിക്കുമെന്ന് നീ കൃത്യമായിട്ട് എങ്ങനെയാ കണ്ടുപിടിച്ചത്? മിലി അത് ചോദിച്ചതും അവൻ തന്റെ കുഞ്ഞിലെ നടന്ന ഒരു സംഭവം പറയുന്നു. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒരു ദിവസം അച്ഛൻ എന്റെ റൂമിലേക്ക് വന്നിട്ട് വേഗം എന്റെ റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. കാരണം ഭയങ്കര നാറ്റം എടുക്കുന്നെന്ന്. ഞാൻ വേഗം തന്നെ റൂം എല്ലാം ക്ലീൻ ചെയ്തു. പിറ്റേന്നും അച്ഛൻ വന്ന് പറഞ്ഞു ഇപ്പോഴും അതേ സ്മെല്ലുണ്ടെന്ന്. ഞാൻ വീണ്ടും ക്ലീൻ ചെയ്തു. എന്നാൽ അടുത്ത ദിവസവും വന്നിട്ട് ആ നാറ്റം അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ നല്ലതുപോലെ ദേഷ്യപ്പെട്ടു. പക്ഷേ എനിക്കാണെങ്കിൽ നല്ല പേടി തോന്നി. കാരണം എനിക്കൊരു സ്മെല്ലും തോന്നുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ എന്റെ റൂമിൽ നിൽപ്പുണ്ടായിരുന്നു. കയ്യിൽ ഒരു ചത്ത എലിയും. ഞാൻ റൂമിൽ ഇടാറുണ്ടായിരുന്ന ലൈറ്റിന്റെ പിറകിൽ ചത്ത് കിടക്കുമായിരുന്നു. അത് ചത്തഴുകിയ സ്മെല്ലായിരുന്നു റൂം നിറയെ. പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാത്രം ഇത്രയും ദിവസമായിട്ട് ആ സ്മെല്ല് കിട്ടിയിരുന്നില്ല. എല്ലാ ദിവസവും ഞാൻ ആ ലൈറ്റ് ഇട്ടല്ലേ കിടക്കുന്നത്. ഓരോ തവണ ലൈറ്റ് ഇടുമ്പോഴും ഞാൻ അതിനെ കരിക്കുന്നത് പോലായിരുന്നു. ആ സംഭവം എനിക്ക് ഇതുവരെ മറക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാ ഞാൻ കൃത്യമായിട്ട് ലൈറ്റിനുള്ളിൽ നിന്നും എലികളെ കണ്ടുപിടിച്ചതും. ആ സംഭവം മാത്രമല്ല, എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അന്ന് ഞാൻ ജോലിയുടെ കാര്യത്തിനായിട്ട് കുറച്ച് ദിവസത്തേക്ക് ദൂരെ വരെ പോയതായിരുന്നു. തിരികെ വരുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്റെ അച്ഛൻ മരിച്ചിട്ട് ശരീരമൊക്കെ അഴുകി ബെഡിൽ കിടക്കുവാണ്. അത്രയും അഴുകിയ സ്മെൽ വന്നിട്ട് പോലും അമ്മ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ചിലപ്പോ അച്ഛൻ മരിച്ചറിഞ്ഞിട്ട് സമനില തെറ്റിയതുകൊണ്ടായിരിക്കും. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചുപോയി. ഈ 2 സംഭവങ്ങളും ടിമ്മിന്റെ മനസ്സിൽ നിന്നും ഇതുവരെ പോയിട്ടില്ല. ഇപ്പോഴും ഉറക്കത്തിൽ അവന്റെ അമ്മയുടെ രൂപം കണ്ട് അവൻ ഞെട്ടി എണീക്കാറുണ്ട്. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. രണ്ടുപേരും നല്ല ഉറക്കമാണ്. ആ സമയം ഗുഹയ്ക്കുള്ളിൽ നിന്നും നല്ല രീതിയിൽ കാറ്റടിക്കാൻ തുടങ്ങി. നമ്മൾ ഉള്ളിലോട്ട് പുറത്തോട്ടും ശ്വാസം എടുത്ത് വിടത്തില്ലേ, അതുപോലെ. അതറിഞ്ഞിട്ടും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ആരാണെന്ന് അറിയാനായിട്ട് ചുറ്റിനും നോക്കി. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. ടെൻഷൻ ആയതും വല്ലാതെ പേടിച്ചിട്ട് അവൻ പെട്ടെന്ന് ശ്വാസം എടുത്ത് വിടാൻ തുടങ്ങി. അന്നേരമാണ് അവനൊരു കാര്യം മനസ്സിലായതും. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം അടിച്ചുകൊണ്ടിരുന്ന കാറ്റ് അവന്റെ ശ്വാസമായിരുന്നു. മാത്രമല്ല ആ കുളത്തിൽ നിന്നും വേരുകൾ പോലെ എന്തോ ഒന്ന് ആ ഗുഹ മുഴുവനും പടർന്നു കിടപ്പുണ്ട്. അവൻ ശ്വാസം എടുക്കുന്നതിനോടൊപ്പം ആ വേരുകളും അതുപോലെ ശ്വാസം എടുക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആ ഗുഹ മുഴുവനും അവനോടൊപ്പം ശ്വസിക്കുന്നു. അവൻ ശരിക്കും പേടിച്ചു. വേഗം മിലിയെ വിളിക്കാനായിട്ട് തിരിഞ്ഞതും അവിടത്തെ അതിലും വലിയ ടെറർ. പക്ഷേ ഇതെല്ലാം അവൻ കണ്ടൊരു സ്വപ്നമായിരുന്നു കേട്ടോ. മാത്രമല്ല നേരവും വെളുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിനക്ക് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു? നമുക്ക് വേഗം പോകാൻ നോക്കാം വാ. അങ്ങനെ രണ്ടുപേരും എഴുന്നേൽക്കാനായിട്ട് നോക്കുമ്പോഴാണ് ദേ രണ്ടുപേരുടെയും കാലുകൾ തമ്മിൽ പശ വെച്ചതുപോലെ ഒട്ടിയിരിക്കുന്നു. ഗുഹയല്ലേ, ചിലപ്പോ എന്തെങ്കിലും കറ വല്ലതുമായിരിക്കും. അതും വിചാരിച്ച് രണ്ടുപേരും കാല് വേർപെടുത്താൻ നോക്കി. പക്ഷെ ഒടുക്കത്തെ വേദന. എങ്കിലും ആ വേദന സഹിച്ച് രണ്ടുപേരും ഒരു വിധത്തിൽ കാലുകൾ വേർപെടുത്തുന്നു. ശേഷം തങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഗുഹയുടെ സൈഡിലായി തന്നെ സ്റ്റെപ്പുകൾ പോലെ കുറെ പാറകളുണ്ട്. അതിൽ ചവിട്ടിക്കേറി ഒടുക്കം രണ്ടുപേരും ഗുഹയുടെ പുറത്തേക്ക് എത്തി. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും വഴിയും കണ്ടെത്തി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മിലിയാണ് ആദ്യം കുളിച്ചിട്ട് വന്നതും. എന്റെ ദേഹം മുഴുവൻ നല്ല വേദന, 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്താ. അവള് പറഞ്ഞതുപോലെ തന്നെ ടിം മസാജ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് അവന് എന്താണ് തോന്നിയെന്നറിയില്ല. വല്ലാത്തൊരു വെപ്രാളം
പരവേശം. അവളുടെ പുറം മുഴുവനും വലിച്ചു പറിച്ചെടുക്കാൻ തോന്നിയതുപോലെയാണ് അവൻ മസാജ് ചെയ്യുന്നത്. വേദന കൊണ്ട് അവൾ കരഞ്ഞെങ്കിലും ആ കരച്ചിൽ പോലും അവൻ കേട്ടില്ലെന്നാണേ. അവസാനം അവന്റെ കയ്യിലായിട്ട് മിലി ഒരു അടി കൊടുത്തപ്പോഴാണ് അവന് ബോധം വന്നത് പോലും. സോറി, ഞാൻ അറിയാതെ. നിനക്ക് എന്താ പറ്റിയത്? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. ചിലപ്പോ ക്ഷീണത്തിന്റെ ആകും. പോയി കുളിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാം. അങ്ങനെ അവൻ കുളിക്കാനായിട്ട് പോകുമ്പോൾ ആ സമയം തന്നെ മിലി കാറും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അവൾ ഒരു വളവ് തിരിഞ്ഞതും ഇവിടെ കുളിച്ചുകൊണ്ടിരുന്ന ടിമ്മിനെ പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല. ഒരുമാതിരി കാന്തം മുട്ടിയതുപോലെ മിലി എങ്ങോട്ടൊക്കെയാണോ തിരിയുന്നത് അതുപോലെ അവനും ആ ബാത്റൂമിൽ കിടന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ തുടങ്ങി. കാറ് സ്ട്രെയിറ്റ് ആയിട്ട് ഓടാൻ തുടങ്ങിയതും അവനും അതുപോലെ നേരെ ഒരു ടൈലിലേക്ക് തലയിടിച്ച് മുന്നോട്ടേക്ക് ഓടാൻ പോകുന്ന പോലെയാണ്. എന്തിനേറെ ആ ടൈല് പോലും പൊട്ടിയിട്ടുണ്ട്. അത് പൊത്തുകേറി നെറ്റി വരെ മുറിഞ്ഞ് ചോര വന്നു. ഒടുക്കം മിലി ഒരു ലെവൽ ക്രോസ് ചെയ്ത് പോയതിനു ശേഷമാണ് അവന് ബോധം വന്നത് പോലും. എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അടുത്ത നിമിഷം തന്നെ അവൻ ഒരു ഡോക്ടറെ കാണാനായിട്ടാണ് പോകുന്നത്. ഡോക്ടറോട് ആ ഗുഹയിൽ വീണ കാര്യവും ഇന്ന് ബാത്റൂമിൽ നടന്ന കാര്യവും അങ്ങനെ എല്ലാം പറയുന്നു. എനിക്ക് എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ബോധം വരുമ്പോൾ എന്റെ നെറ്റി മുന്നിട്ട് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ടിം പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഡോക്ടർ അവനെ മുഴുവനും ചെക്ക് ചെയ്ത് നോക്കി. നിന്റെ ബോഡിയിൽ പറയത്തക്ക പ്രശ്നമൊന്നും കാണുന്നില്ല. ദേ, ഈ മെഡിസിൻ കഴിച്ചു നോക്ക്, നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. പിന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല ലക്കിയാണ് കേട്ടോ. നിങ്ങൾ പോയെന്ന് പറഞ്ഞ കാടില്ലേ, അവിടെ നിങ്ങളെ പോലെ തന്നെ ഒരു കപ്പിളിനെ കാണാതെ പോയിട്ടുണ്ട്. പോലീസുകാരെ എത്ര ശ്രമിച്ചിട്ടും അവരെ കണ്ടുപിടിക്കാനും പറ്റിയില്ല. എന്തായാലും നിങ്ങൾക്ക് ലക്കുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് തിരികെ വന്നതും അവൻ ആദ്യം ആ ഡോക്ടർ പറഞ്ഞ കപ്പിൾസ് ഇല്ലേ, അവരെ പറ്റി ഗൂഗിൾ ചെയ്ത് അവരുടെ പ്രൊഫൈൽസ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അപ്പോഴേക്കും മിലിയും അങ്ങോട്ടേക്ക് വന്നു. ആരാ ഇത്? പുതിയ പെമ്പിളേരെ തപ്പുവാണോ? ഏയ്, അതൊന്നുമല്ല. നീ ഇത് കണ്ടോ? നമ്മൾ പോയ ആ കാടില്ലേ, അവിടെ വെച്ച് ഈ അടുത്ത് കാണാതായ കപ്പിളായത്. ഞാൻ അവരുടെ ഫോട്ടോസ് ഒക്കെ നോക്കുമായിരുന്നു. അവരങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ അത് മെലിയുടെ സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാണ്. ജെമി, നിങ്ങളായിരുന്നു ഇവിടെ? പുതിയ അയൽക്കാർ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് അവരെ ഒന്ന് കാണാൻ വന്നതാ ഞാൻ. എന്തായാലും ഒന്നുകൂടെ പരിചയപ്പെട്ടേക്കാം. ഹായ്, എന്റെ പേര് ജെമി. നിങ്ങളെ ഞാൻ ഒഫീഷ്യലായിട്ട് എന്റെ നെയ്ബർഹുഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ അയാൾ അവിടുന്നാണ് ഡിന്നർ കഴിക്കുന്നത്. മാത്രമല്ല അവരാ കാറ്റിൽ പോയതും കുഴിയിൽ വീണതും അവിടുന്ന് രക്ഷപ്പെട്ട് വന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നു. സാർ, നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? അപ്പോ ആ കുഴിയെ പറ്റിയും പിന്നെ അതിനു ചുറ്റും കുറെ ബെല്ല് കെട്ടി വെച്ചിരിക്കുന്നില്ലേ, അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാവോ? എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. പക്ഷേ നിങ്ങൾ വീണ കുഴിയില്ലേ, പണ്ടുകാലത്ത് അവിടെ ഒരു പള്ളിയായിരുന്നു ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുന്നേ ഇടിഞ്ഞു പൊളിഞ്ഞു വീണുപോയി. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അതിനു ചുറ്റും ബെല്ലുകൾ കെട്ടിവെച്ചിരിക്കുന്നതും. അത്രയും പറഞ്ഞ ശേഷം ഡിന്നറൊക്കെ കഴിച്ചിട്ട് അല്പനേരം കൂടി സംസാരിച്ചിരിക്കുന്നു. ശേഷം അവരോട് ഭയം പറഞ്ഞ് അയാളോടൊന്ന് പോവുകയും ചെയ്തു. അയാള് പോയി കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒന്ന് റൊമാൻസ് ആയി വന്ന് കിസ് ചെയ്യാനായിട്ട് തുടങ്ങിയതും രണ്ടുപേരുടെയും ചുണ്ടുകൾ തമ്മിൽ ഒട്ടിപ്പോകുന്നു. അന്ന് ആ കുഴിയിൽ നിന്ന് വെള്ളം കുടിച്ചില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ആ കാര്യം ഇവർക്കറിയില്ലല്ലോ. ഡാ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ അത് നേരിട്ട് പറഞ്ഞൂടെ, അല്ലാതെ ഇങ്ങനെ വേദനിപ്പിക്കുകയാണോ വേണ്ടത്? അതിന് ഞാനൊന്നും ചെയ്തില്ല. അറിയാതെ എങ്ങനെയോ? നിന്റെ എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. അതും പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ അവിടുന്ന് പോകുന്നു. അങ്ങനെ അന്ന് രാത്രിയിലെ രണ്ടുപേരും നല്ല ഉറക്കമാണ്. പെട്ടെന്ന് തന്റെ മുടിയിലായിട്ട് എന്തോ പിടിച്ചു വലിക്കുന്നത് പോലെ മിലിക്ക് തോന്നി. അവൾ സംശയത്തോടെ ടിമ്മിന്റെ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയതും അവൻ അവളെ കണ്ണും തുറന്ന് നോക്കിക്കിടക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. സംശയം തോന്നി അവള് വേഗം ലൈറ്റ് ഇട്ട് നോക്കിയത് ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ അവളുടെ തലമുടി മുഴുവനും ടിമ്മിന്റെ വായ്ക്കുള്ളിലാണ്. എന്ന് വെച്ചാൽ അവളുടെ മുടി തിന്നുകൊണ്ടിരിക്കുന്നു. ആരായാലും പേടിക്കില്ലേ? അവള് വേഗം പേടിയോടെ തന്റെ മുടി പിടിച്ചു വലിച്ചെടുക്കാൻ തുടങ്ങി. അന്നേരമാണ് അവനും ബോധം വന്നത്. അവനും വേഗം തന്റെ വായ്ക്കുള്ളിലേക്ക് പോയ മുടി മുഴുവനും ഒരു വിധത്തിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് എടുക്കുന്നു. എന്താണ് സംഭവിച്ചെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആ പിടിവലിക്കിടയിലാണെങ്കിൽ അവളുടെ മുടി കുറച്ച് മുറിഞ്ഞു പോവുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ എവിടെയൊക്കെ പോകാനായിട്ട് റെഡിയാകുന്ന ടിമ്മിനെയാണ്. അവൻ കണ്ണാടിയിൽ നോക്കി റെഡിയാകുമ്പോഴാണ് പെട്ടെന്ന് വായിൽ മുടി ഉടക്കിയതുപോലെ തോന്നിയത്. അവൻ വേഗം തന്നെ മുഴുവനും വലിച്ചു പുറത്തേക്ക് എടുക്കുന്നു. ആ മുടി ഇന്നലത്തെ സംഭവത്തിന് ബാക്കിയാണെന്ന് അവൻ അറിയാം. പക്ഷേ അത് കാര്യമാക്കാതെ അവൻ വേഗം റെഡിയായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് തയ്യാറാകുന്നു. ഏതോ ഒരു വലിയ മ്യൂസിക് പ്രോഗ്രാമിന് വേണ്ടിയാണ്. നീ എന്താ ഇന്നലത്തെ കാര്യത്തെ പറ്റി ഒന്നും സംസാരിക്കാത്തത്? അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും ഓർമ്മയില്ല. നിനക്ക് വയ്യെങ്കിൽ പിന്നെന്തിനാ പോകുന്നത്? വീട്ടിലിരുന്നൂടെ? എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല. എന്റെ ട്രെയിൻ മിസ്സാകും. അതും പറഞ്ഞ് അവളോട് തർക്കിക്കാൻ നിൽക്കാതെ അവൻ വേഗം ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും അവളും വേറൊന്നും പറയാതെ അവനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. മിലി തന്നെയാണ് അവനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുന്നതും. അങ്ങനെ അവനോട് യാത്രയും പറഞ്ഞ് അവള് കാറുമെടുത്ത് തിരികെ പോയതും പെട്ടെന്ന് ടിമ്മിനാകെ വല്ലാതെ വരുന്നു. തന്നിൽ നിന്നും പ്രിയപ്പെട്ടതെന്തോ ദൂരേക്ക് പോകുന്ന പോലെ. ഒട്ടിയിരിക്കുന്ന രണ്ട് കാന്തങ്ങളെ തമ്മിൽ വേർപെടുത്തുമ്പോൾ വീണ്ടും മുട്ടിപ്പിടിക്കാനുള്ള ഒരു ആകർഷണം തോന്നില്ലേ, അതേ അവസ്ഥയായിരുന്നു അവനും. ഒരു നിമിഷം പോലും അവളെ പിരിഞ്ഞിരിക്കാൻ വയ്യ. ഈ നിമിഷം അടുത്തേക്ക് വന്നില്ലെങ്കിൽ താൻ മരിച്ചു പോകും എന്നൊരു ഫീൽ. എത്ര ശ്രമിച്ചിട്ടും കൺട്രോൾ ചെയ്യാൻ
ചെയ്യാൻ പറ്റുന്നില്ല. ഒടുക്കം കൊണ്ടുവന്ന സാധനങ്ങൾ പോലും എടുക്കാതെ അവൻ വേഗം തിരികെ നടക്കാൻ തുടങ്ങി. എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അവന് പോലും മനസ്സിലാവുന്നില്ല. ഇതേ സമയം ഈ കാര്യങ്ങളൊന്നും അറിയാതെ മിലി ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. സാധാരണ പോലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് തന്റെ ഫ്രണ്ടുമായിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്കൂളിലേക്ക് നടന്നു വരുന്ന ടിമ്മിനെ വിൻഡോ വഴി അവൾ കാണുന്നത്. അവൾ അപ്പോൾ തന്നെ വേഗം ഓടി അവൻ അടുത്തേക്ക് ചെല്ലുന്നു. ആരെങ്കിലും കാണുന്നതിന് മുന്നേ അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് ബോയ്സ് ടോയ്ലറ്റിനുള്ളിലേക്കാണ് കയറുന്നതും. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ട്രെയിൻ മിസ് ചെയ്തോ? എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഭയങ്കര ദാഹം തോന്നുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് അവളെ കിസ് ചെയ്യാൻ തുടങ്ങി. മിലി വേഗം തന്നെ അവനെയും കൊണ്ട് അടുത്തുള്ള ഒരു ടോയ്ലറ്റിനുള്ളിലേക്ക് കയറി കഥ കടച്ചു. പക്ഷെ അല്പസമയം കഴിഞ്ഞതും തങ്ങൾ നിൽക്കുന്ന ടോയ്ലറ്റിന്റെ മുന്നിലായിട്ട് ഒരു കുട്ടി നിൽക്കുന്നത് മിലി ശ്രദ്ധിക്കുന്നു. അത് കാരണം രണ്ടുപേരും പേടിയുടെ ശബ്ദമുണ്ടാക്കാതെ നിൽക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് ആ കുട്ടി പോയെന്ന് തോന്നിയതും രണ്ടുപേരും വേഗം തന്നെ അകന്നു മാറി. എന്നാൽ അപ്പോഴാണ് ആ ജെമി എന്ന ടീച്ചർ അവിടേക്ക് വരുന്നതും. നേരത്തെ പോയ ആ കുട്ടി വിളിച്ചുകൊണ്ട് വന്നതായിരുന്നു. ടിം വേഗം തന്നെ തന്റെ കാല് കാണാൻ പറ്റാത്ത രീതിയിൽ ടോയ്ലറ്റിന്റെ മുകളിലേക്ക് കയറിയിരുന്നു. ആരാകത്ത്? മര്യാദയ്ക്ക് വെളിയിലോട്ട് വന്നോ? അയാളത് പറഞ്ഞതും ഇനി നിൽക്കുന്നത് പന്തിയല്ല എന്ന് തോന്നി അവള് വേഗം പുറത്തേക്ക് വരുന്നു. മിലിയായിരുന്നോ? എന്തു പറ്റി? ഇവിടെ എന്താ ചെയ്യുന്നത്? അത് പിന്നെ പെട്ടെന്ന് മുട്ടിയപ്പോ. ഓക്കെ പക്ഷേ മിസ്, ഇത് ബോയ്സ് ടോയ്ലറ്റ് അല്ലേ, അവിടേക്ക് ഒരു ലേഡി ടീച്ചർ വരാൻ പാടില്ല. ഇനി എത്ര അർജന്റ് ആണെങ്കിലും സ്റ്റാഫ് റൂമിലെ ടോയ്ലറ്റ് മാത്രമേ യൂസ് ചെയ്യാവൂ. അത്രയും പറഞ്ഞുകൊണ്ട് അയാളോട് പുറത്തേക്ക് പോകുന്നു. പക്ഷേ പുറത്തേക്ക് പോകുന്ന സമയത്ത് ടോയ്ലറ്റിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ടിമ്മിനെ അയാൾ നല്ലതുപോലെ കണ്ടിരുന്നു. അങ്ങനെ രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് വന്നതും മിലി അവനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. നിനക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ? ഇന്ന് ആരെങ്കിലും നിന്നെ കണ്ടിരുന്നെങ്കിൽ എന്റെ ജോലി പോയേനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ജയിലിൽ വരെ കിടക്കേണ്ടി വന്നേനെ. അല്ല, നീ റെയിൽവേ സ്റ്റേഷനിലോട്ടല്ലേ പോയത്? എന്തോ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ തിരിച്ചു വന്നത്? ശരിക്കും നിന്റെ പ്രശ്നം എന്താ? സത്യമായിട്ടും എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരികെ പോയില്ലേ? അപ്പോ എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ അവൻ പറയുന്നത് കേട്ടിട്ട് അവൾക്ക് ദേഷ്യം കൂടിയതേ ഉള്ളൂ. അവൾ അവനെ വായിൽ വന്ന തിറ മുഴുവൻ വിളിച്ചുകൊണ്ട് നേരെ ആ ടീച്ചറായ ജെമിയുടെ വീട്ടിലേക്കാണ് പോയത്. തൊട്ടപ്പുറത്തുള്ള വീടല്ലേ. അവിടെ ചെന്ന് അയാളോട് ഇന്ന് നടന്ന കാര്യങ്ങൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്നു. അതിനാണോ ഇവിടം വരെ വന്നത്? ആ പ്രശ്നം അവിടെ വെച്ച് തന്നെ തീർന്നതല്ലേ, പിന്നെന്തിനാ വീട് അതിനെ പറ്റി ആലോചിക്കുന്നത്? എന്തായാലും വന്നതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാം. അങ്ങനെ അയാൾ വെള്ളം എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോകുന്നു. ആ സമയത്ത് മിലി അവിടെ മുഴുവനും ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ഫോട്ടോ കാണുന്നത്. കണ്ടാൽ അയാളുടെ ബ്രദേഴ്സ് ആണെന്നേ പറയൂ. അവൾ അത് നോക്കി നിൽക്കുമ്പോഴേക്കും ജെമി വെള്ളവുമായി വന്നിരുന്നു. ഇതുവരെ മിലി തന്റെയും ടിമ്മിന്റെയും പേഴ്സണൽ ലൈഫിനെ പറ്റി ആരോടും സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ ജെമിയോട് മാത്രം അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഞങ്ങളുടെ ഈ ബന്ധം വർക്ക്ഔട്ട് ആവുമെന്ന് തോന്നില്ല, ബ്രേക്കപ്പ് ആയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ 9th ക്ലാസ്സിലെ ഹിസ്റ്ററിയിലുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. പണ്ടുകാലത്തുള്ള ഗ്രീക്ക് ആളുകൾ കരുതിയിരുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 4 കാലുകളും 4 കൈകളും 2 മുഖവുമുള്ള ഒരു തലയുമായിട്ടാണെന്നാണ്. പക്ഷേ സ്യൂസ് ദേവൻ മനുഷ്യരുടെ ആ ശക്തി കണ്ട് പേടിച്ചു പോയി. അതുകൊണ്ട് അവൻ മനുഷ്യനെ 2 പാർട്സ് ആക്കി സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ പിരിച്ച മറ്റേ ആളാണ് മരണം വരെയും നമ്മുടെ സോൾമേറ്റ്. അതുകൊണ്ട് അവസാനം വരെയും നമ്മളെ ഒട്ടി ജീവിക്കുന്ന സോൾമേറ്റിനെ പിരിയുക എന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. സോ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിന്റെ വിൻഡോയുടെ വെളിയിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്ന ടിമ്മിനെ മിലി കാണുന്നത്. അയ്യോ, ഇനി ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ. അതും കരുതി അവള് വേഗം അയാളുടെ ഭയം പറഞ്ഞ് പുറത്തേക്ക് ഓടുന്നു. പിറകെ തന്നെ ടിമ്മും. പ്ലീസ് മിലി, എന്നോട് ക്ഷമിക്ക്, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിലേക്ക് പിടിച്ചതും അവൾക്ക് പെട്ടെന്ന് വേറെ എന്തോ ഫീൽ ചെയ്യുന്നു. ഒരു സമാധാനം, സന്തോഷം, അങ്ങനെ എന്തൊക്കെയോ ഫീലിങ്സ്. അതുകൊണ്ട് തന്നെ അവന്റെ കൈ വിടാതെ തന്നെ കോർത്ത് പിടിച്ചുകൊണ്ട് 2 പേരും കൂടി വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അന്ന് രാത്രി ടീം അന്ന് കണ്ട കപ്പിൾസിനെ പറ്റി കൂടുതൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അന്ന് അവരാ കാട്ടിൽ പോയ സമയത്ത് കുറെ ബെൽസ് കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? അതേ ബെൽസ് തന്നെ ഈ കപ്പിൾസ് നിൽക്കുന്നതിന്റെ പുറകിലുണ്ട്. കുറച്ചുകൂടി കാര്യങ്ങൾ തിരഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. അന്ന് തങ്ങൾ വീണ അതേ കുഴിയിൽ തന്നെ അവർ വീണിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നോക്കി ആകെ വട്ടെടുത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റൂമിന്റെ ഗ്ലാസ് ഡോറിൽ ആരോ വന്നിടിക്കുന്നത്. അവൻ ശരിക്കും പേടിച്ചുപോയി. ഗ്ലാസ് ഡോറിലേക്ക് നോക്കിയതും അവന്റെ ജീവൻ പോയില്ലെന്നേ ഉള്ളൂ. ആരോ എന്തോ ഒരു രൂപം അത് ഗ്ലാസ് ഡോറിൽ വന്നിടിക്കുകയാണ്. പിന്നീടാണ് അത് മെലിയാണെന്ന് അവന് മനസ്സിലായതും. മാത്രമല്ല അവൾ സ്വബോധത്തിലായിരുന്നില്ല, കാല് പോലും നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാത്റൂമിൽ വെച്ച് അവൻ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ അവൾക്ക് സംഭവിക്കുന്നത്. അന്ന് ടിമ്മിനെ അവളിലേക്ക് ആകർഷിച്ച ആ ശക്തി ഇപ്പോ മെലിയെയും അവനടുത്തേക്ക് ആകർഷിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഗ്ലാസ് ഡോർ ഉണ്ടായത് കാരണം അവനടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഗ്ലാസ്സിൽ ഇടിച്ചിടിച്ച് മൂക്കിന്ന് ബ്ലഡ് വരെ വന്നു. ഇനിയും ഇടിച്ചാൽ അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ച് അവൻ വേഗം ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്തതും അവള് വന്ന് അവന്റെ
ദേഹത്തേക്ക് വീണുപോയി. വീണത് മാത്രമല്ല, വീണ്ടും അവന്റെ ദേഹത്തേക്ക് തുളച്ചു കയറാനെന്ന പോലെ അമർന്നു വരികയാണ്. അവനാണെങ്കിൽ നല്ലതുപോലെ വേദനിക്കുന്നുണ്ട്. അവൻ അലറി വിളിക്കുന്നുണ്ടെങ്കിലും അവളത് കേൾക്കുന്നതേയില്ല. ഒടുക്കം വേറെ വഴിയില്ലാതെ അവളുടെ മുഖമടച്ചൊരെണ്ണം കൊടുത്തപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് പോലും. അങ്ങനെ അല്പനേരത്തിന് ശേഷം ഇതിനെപ്പറ്റി രണ്ടുപേരും കൂടി സംസാരിക്കാൻ തുടങ്ങി. ചിലപ്പോ ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നതാകും. കുറച്ചു ദിവസമായിട്ട് ഞാൻ ആകെ ടെൻഷനിലാ, അതിന്റെ ആയിരിക്കും. അതൊന്നുമല്ല സത്യം. അന്ന് നമ്മൾ രണ്ടുപേരും ആ കുഴിയിൽ വീണ ശേഷം എനിക്ക് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായിരുന്നു. എന്നാ ഇപ്പൊ എനിക്ക് മാത്രമല്ല നിനക്കും അതേ പ്രശ്നമുണ്ടെന്ന് ഉറപ്പായി. ഇപ്പൊ ഞാൻ നിന്റെ മുന്നിലല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നിയോ? അത് നീ ഇപ്പോൾ ഉണർന്നിരിക്കുവല്ലേ? അതുകൊണ്ടാ അന്ന് നമ്മള് ആ കുഴിയിൽ വീണപ്പോൾ നമ്മുടെ കാല് ഒട്ടിപ്പിടിച്ചത് നീ ഓർക്കുന്നുണ്ടോ? അത് വല്ല പശയോ ചെളിയോ ആയിരിക്കുമെന്ന് നീ അല്ലേ പറഞ്ഞത്? ടീം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അവൾ അതൊന്നും വിശ്വസിക്കുന്നതേയില്ല. ശരി, സമ്മതിച്ചു. എങ്കിലിപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും കൈ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചേ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലാകും. എന്നാൽ അവന്റെ ഈ സംസാരവും പ്രവൃത്തിയും ഒട്ടും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. മാത്രമല്ല, നേരത്തെ അവളുടെ മൂക്ക് മുറിഞ്ഞില്ലായിരുന്നോ? ആ ബ്ലഡ് തുറച്ച പഞ്ഞി അവൾ മേശപ്പുറത്തേക്ക് വെച്ചിട്ടാണ് പോയത്. അതിൽ പറ്റിയിരിക്കുന്ന ബ്ലഡ് പോലും ഇപ്പോൾ അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ആകർഷിച്ച് അവൻ അടുത്തേക്കാണ് ഒഴുകി വരുന്നത് പോലും. അത് കണ്ട് അവന് ശരിക്കും അത്ഭുതം തോന്നി. കാര്യം അവന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മിലിയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. മാത്രമല്ല, അന്ന് രാത്രി രണ്ടുപേരും രണ്ട് റൂമിലായിട്ടാണ് കിടന്നുറങ്ങിയത് പോലും. അങ്ങനെ പാതിരാത്രിയായി. ടിമ്മിന് ഉറക്കത്തിൽ എന്തോ തന്നെ വലിച്ചുകൊണ്ട് പോകുന്നത് പോലൊരു ഫീൽ. പെട്ടെന്ന് അവൻ കണ്ണു തുറന്നപ്പോഴാണ് തന്റെ ബോഡി തനിയെ നീങ്ങി പോവുകയാണെന്ന് അവന് മനസ്സിലായതും. അവൻ വെപ്രാളത്തോടെ കൈയും കാലുമെല്ലാം എടുത്ത് പിടിച്ചു നിർത്താൻ നോക്കി. പക്ഷേ എന്തോ ഒരു ശക്തി അവനെ ശക്തമായിട്ട് പിടിച്ചു വലിക്കുകയാണ്. എത്ര നിർത്താൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. എന്നാൽ ഇവന് മാത്രമായിരുന്നില്ല ആ പ്രശ്നം. മിലിക്കും ഇതേ അവസ്ഥ തന്നെ. അവളുടെ ശരീരവും ഇതുപോലെ ടിമ്മിനടുത്തേക്ക് നിരങ്ങി വരികയാണ്. രണ്ടുപേരും പറ്റുന്നത് പോലൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു പ്രയോജനമില്ല. ഒടുക്കം രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കൂടിച്ചേർന്നതും അവന്റെ കൈയുടെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് മിലിയുടെ കൈയും അതുപോലെ മിലിയുടെ കൈയുടെ സ്കിന്നിനുള്ളിലേക്ക് ടിമ്മിന്റെ കൈയും കൂടി കയറി മെർജായി പോകുന്നു. ഡാ, നമ്മളിനി എന്ത് ചെയ്യും? എങ്ങനെ കൈ വലിച്ചെടുക്കും? മിലി, നീ പേടിക്കണ്ട, നമുക്ക് ശരിയാക്കാം. ആ ഡ്രോയർ തുറന്ന് അതിലുള്ള മെഡിസിൻ എടുക്ക്. അത് കേട്ടതും അവള് വേഗം തൊട്ടടുത്തുള്ള ഒരു ഡ്രോയർ വലിച്ചു തുറന്ന് എന്തോ ഒരു മെഡിസിൻ വലിച്ചെടുക്കുന്നു. പക്ഷേ അത് മുഴുവൻ തറയിലേക്ക് വീണുപോയി. എങ്കിലും രണ്ടുപേരും വേഗം തന്നെ കയ്യിൽ കിട്ടിയത് മുഴുവൻ വാരി കഴിക്കുന്നു. എന്തോ ഒരു ഡ്രഗ് ആണ്. മസിലൊക്കെ റിലാക്സ് ആക്കാൻ വേണ്ടിയുള്ള ഒരു മെഡിസിൻ. അത് കഴിച്ചിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടുപേരും മയങ്ങി പോവുകയും ചെയ്തു. പിറ്റേന്ന് ടീം കണ്ണു തുറന്നതും മിലി അവനെ ഒരു ചേറിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. കൈയിലേക്ക് നോക്കിയപ്പോഴോ രണ്ട് കൈകൾ തമ്മിൽ ഒട്ടിയിരിക്കുവാണ്. നീ എന്താ ചെയ്യുന്നത്? ഒരു കുഴപ്പം ഉണ്ടാവില്ല, ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. ആദ്യം നീ മദ്യം കുടിക്ക്, അപ്പൊ വേദന അറിയില്ല. അതും പറഞ്ഞ് അവന്റെ വായിലേക്ക് അവള് മദ്യം ഒഴിച്ചു കൊടുക്കുന്നു. മിലി, നീ എന്തായി കാണിക്കുന്നത്? നമുക്ക് ഒട്ടും സമയമില്ല ടീം. ഡ്രഗ്സിന്റെ എഫക്ട് മാറിയാല് വീണ്ടും നമ്മുടെ ശരീരം ഒട്ടാൻ തുടങ്ങും. പിന്നീട് നമ്മൾ ജീവനോട് കാണുമോ എന്ന് പോലും അറിയില്ല. അതിനു മുന്നേ സ്കിൻ കട്ട് ചെയ്തെടുക്കണം. അതും പറഞ്ഞ് അവള് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു ചെയിൻസാ വെച്ച് രണ്ടുപേരുടെയും കൈകൾ ഒട്ടിയിരിക്കുന്നതിന്റെ ഒത്ത നടുക്ക് വെച്ച് അറുത്ത് മുറിച്ചെടുക്കുന്നു. എന്തായാലും ഒടുക്കം രണ്ട് കൈ വേർപെട്ടിട്ടുണ്ട്. അങ്ങനെ ആ മഹാംഗം കഴിഞ്ഞ് മുറിവൊക്കെ കെട്ടിയ ശേഷം രണ്ടുപേരും ആഹാരം കഴിക്കുവാണ്. എന്നാൽ കഴിച്ചു കഴിഞ്ഞതും മിലി വേഗം പുറത്തേക്ക് പോകുന്നത് കണ്ട് ടിം അവളുടെ പിറകെ ഓടുന്നു. നീ ഇതെങ്ങോട്ടാ? ഹോസ്പിറ്റലിലേക്ക്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം. ഡോക്ടറുടെ അടുത്ത് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം നമുക്ക് ഇതിന്റെ റീസൺ കണ്ടുപിടിക്കണം. ടിം, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം. അത്രയും പറഞ്ഞ് അവള് കാറിനടുത്തേക്ക് പോയപ്പോഴാണ് കാറിന്റെ കീ ഇല്ല എന്ന് ഓർമ്മ വന്നത്. അന്ന് ജെമിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് മറന്നുപോയി. ഞാൻ പോയി കീ എടുത്തിട്ട് വരാം. അതുവരെ എവിടെ പോകാതെ ഇവിടെ തന്നെ കാണണം, നീ മനസ്സിലായോ? അത്രയും പറഞ്ഞ് മിലി വേഗം കീ എടുക്കാനായിട്ട് അവിടേക്ക് പോകുന്നു. എന്നാൽ അവൾ അങ്ങോട്ട് പോയതും അവൻ വേഗം തന്നെ വീടിന്റെ ഉള്ളിലേക്ക് ഓടി ആ കുഴിയിൽ ഇറങ്ങാനുള്ള കയറും മറ്റു സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് കാടിന്റെ ഉള്ളിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. ഇതേ സമയം അവൾ ജെമിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ബെല്ലടിച്ചിട്ട് ആരെയും കാണഞ്ഞ് അവൾ വേഗം അകത്തേക്ക് കയറുന്നു. നേരത്തെ പോയ കാടിന്റെ ഉള്ളിലായിട്ട് അവര് കുറെ ബെൽസ് കണ്ടില്ലേ? അതേപോലൊരു ബെല്ല് അയാളുടെ വീടിന്റെ മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. ടിമ്മും ഈ ടൈമിൽ ഗുഹ കണ്ടുപിടിച്ച് അതിനുള്ളിലേക്ക് ഇറങ്ങിയിരുന്നു. അതിന്റെ ഉള്ളിലായിട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അറിയാനായിട്ട് മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രോയിങ് അവൻ കാണുന്നത്. അന്ന് ജെമി മിലിയോട് ഒരു ഗ്രീക്ക് കഥ പറഞ്ഞില്ലേ? ആ കഥയിൽ പറഞ്ഞതുപോലെ രണ്ട് ശരീരങ്ങൾ ഒന്നു ചേർന്ന് 4 കാലും 4 കൈയും 2 തലയും ഒക്കെ ഉള്ള ഒരു രൂപം. ഇവിടെയാണെങ്കിൽ മിലി കാറിന്റെ കീ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അകത്ത റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ പഴയൊരു ടിവിയിലായിട്ട് ആരുടെ മാരേജിന്റെ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ആ കുഴി ഉണ്ടായിരുന്നിടത്ത് ഒരു പള്ളിയായിരുന്നു എന്ന് ജെബി പറഞ്ഞിരുന്നില്ലേ? അന്ന് ആ പള്ളിയിൽ വെച്ച് രണ്ടുപേരുടെ കല്യാണം നടക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ മിലി ആ ഫോട്ടോയിൽ കണ്ട അതേ രണ്ടുപേർ പരസ്പരം മോതിരമൊക്കെ മാറ്റിയ ശേഷം ആ ചർച്ചിന്റെ ഉള്ളിൽ തന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് ഒരു വാതിലുണ്ട്. അതുവഴി എല്ലാവരും താഴേക്ക് പോകുന്നു. ഈ സ്ഥലമാണ് ഇപ്പോൾ ആ കുഴി മാത്രമായി മാറിയിരിക്കുന്നതും. അങ്ങനെ എല്ലാവരും താഴേക്ക് ചെന്നതും കല്യാണം കഴിഞ്ഞ രണ്ടുപേരും ആ കുളത്തിലെ വെള്ളം കുടിക്കുന്നു. ശേഷം അവരുടെ രണ്ടുപേരുടെ കൈകളിൽ പരസ്പരം മുറിവുണ്ടാക്കുന്നു. അതിനുശേഷം കിസ്സും കൂടി ചെയ്തതും രണ്ടുപേരുടെ ശരീരങ്ങൾ പരസ്പരം മെർജായിട്ട് മറ്റൊരാളായി മാറുകയാണ്. ആ ആള്
വേറെ ആരുമല്ല, അത് ജെമിയായിരുന്നു. എന്ന് വെച്ചാൽ ആ ഫോട്ടോയിൽ കണ്ട രണ്ടുപേരില്ലേ, അവര് രണ്ടുപേരും കൂടി മെർജായിട്ടാണ് ഇപ്പോഴുള്ള ജെമിയായി മാറിയതും. ഇതെല്ലാം കണ്ട് അവളാകെ ഞെട്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ജെമി അങ്ങോട്ടേക്ക് വരുന്നതും. ഞാൻ ഈ കണ്ടതൊക്കെ സത്യമാണോ? എല്ലാം സത്യമാണ്. ഞാനും ആ വെള്ളം കുടിച്ച് എന്റെ സോൾമേറ്റുമായിട്ട് ഒന്നായി മാറി. അത് കാരണം ഇപ്പോൾ എന്റെ ജീവിതം തന്നെ പൂർണ്ണമാണ്. നമ്മുടെ സന്തോഷം, സങ്കടം, പേടി, വേദന, ഓർമ്മകൾ, അങ്ങനെ എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നീ വിചാരിക്കുന്നതിലും മനോഹരമായിരിക്കും ഇത്. അതുപോലെ നീയും നിന്റെ സോൾമേറ്റായി ഒന്നായി മാറണം. അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം. അത് പറഞ്ഞ് പതിയെ അവളുടെ അടുത്തേക്ക് വന്ന് കയ്യില് പിടിച്ച് ഒരൊറ്റ കീറലായിരുന്നു അയാൾ. താൻ പോടോ, തനിക്ക് പ്രാന്ത. അതും പറഞ്ഞ് അയാളുടെ മോന്തക്കിട്ടൊരു അടിയും കൊടുത്ത് ഒരൊറ്റ ഓട്ടോ ആയിരുന്നു അവൾ. അന്നേരം അങ്ങേരാണെങ്കിൽ പോകല്ലേ, നിങ്ങൾ ഒന്ന് ചേരണം എന്നൊക്കെ ദേണ്ടെ ഡബിൾ വോയിസിലൊക്കെ സംസാരിക്കുന്നു. രണ്ട് ശരീരങ്ങൾ ഒന്നായതല്ലേ ആള്. അപ്പോ കൂടെയുള്ള മറ്റേ പാതിയുടെ ശബ്ദമായിരുന്നു അത്. എന്തായാലും അവള് ജീവൻ കൊണ്ട് പുറത്തേക്ക് ഓടി. ഇവിടെ ഇതേ സമയം നമ്മുടെ ടീം ആ ഗുഹയ്ക്കുള്ളിലല്ലേ. അവൻ അവിടെയെല്ലാം ഇങ്ങനെ കാര്യമായിട്ട് നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ അവന്റെ കാലിൽ പിടിച്ചു വലിച്ചു നിലത്തേക്കിടുന്നത്. നേരത്തെ ഇവിടെ ഇതിനു മുന്നേ കാണാതായ ഒരു കപ്പിളിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ, അതവരായിരുന്നു. ഇവിടുത്തെ വെള്ളം കുടിച്ചത് കാരണം ശരീരം മുഴുവൻ ഒട്ടിച്ചേർന്ന് കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു രൂപമായിരുന്നു അവർക്ക്. മാത്രമല്ല ടിമ്മിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ശരീരത്തിലേക്ക് ഒട്ടിച്ചേരാനുള്ള പണിയാണ്. ഇങ്ങനെയൊരു കോലം കണ്ടാൽ ആരായാലും പേടിക്കില്ലേ. വേറെ വഴിയില്ലാതെ അവനാണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അതിന്റെ കൈക്കിട്ടൊരു ഒറ്റ വിട്ട് ശേഷം ജീവനും കൊണ്ട് തിരികെ ഓടി കയറിൽ പിടിച്ച് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും തിരികെ തങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. വരുന്ന വഴിയിൽ തന്നെ രണ്ടുപേരും കണ്ടുമുട്ടിയതും വീണ്ടും അവരുടെ ശരീരങ്ങൾ തമ്മിൽ കാന്ത പോലെ ആകർഷിക്കാൻ തുടങ്ങി. പ്ലീസ് എന്റെ അടുത്തേക്ക് വരരുത്, എനിക്കറിയാം അവനത് പറഞ്ഞതും ആ നിമിഷം തന്നെ രണ്ടുപേരും നിലത്തേക്ക് വീണ് അവരുടെ ശരീരങ്ങൾ തമ്മിൽ കാന്ത പോലെ ആകർഷിച്ചു വരാൻ തുടങ്ങി. മിലിയുടെ കൈമുറിഞ്ഞ് ചോര വരുമല്ലേ, അതിന്റെയാണ് ഇത്രയും ശക്തിയിൽ ആകർഷിക്കപ്പെടുന്നതും. അവൾ പെട്ടെന്നൊരു മരത്തടിയിൽ പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും അതിന് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയാം ഇതെങ്ങനെയാണ് നിർത്തേണ്ടതെന്ന്. അതും പറഞ്ഞ് അവൻ കൈവിട്ടുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. അത് കണ്ട് അവളും അതുപോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മളിൽ ഒരാൾ മരിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ കൊണ്ട് തീരും. അതും പറഞ്ഞ് ഒരു കത്തിയെടുത്ത് അവൻ തന്റെ കഴുത്തിറക്കാനായിട്ട് പോയപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. മിലിയുടെ കൈമുറിഞ്ഞ ചോര പോവല്ലേ, അത് ഒഴുകി ഒഴുകി ഇപ്പോൾ അവന്റെ ശരീരത്തിലേക്ക് പോലും എത്തിയിരിക്കുകയാണ്. അതും നോക്കി അവൻ ഞെട്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് മിലി കുഴഞ്ഞു വീഴുന്നു. അത്രയും ബ്ലഡ് പോയിട്ടുണ്ടേ, നീ ഓടി രക്ഷപ്പെടാൻ നോക്ക്, എന്നെ ശ്രദ്ധിക്കണ്ട. ഇല്ല, നിന്നെ വിട്ട് ഞാൻ എങ്ങും പോകില്ല, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് അവൻ അവളെയും എടുത്തുകൊണ്ട് വീടിന്റെ അകത്തേക്ക് ചെല്ലുന്നു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മിലിക്ക് അതുവരെ തോന്നിയിരുന്ന ക്ഷീണവും തളർച്ചയും എല്ലാം മാറിയെന്നാണ്. നീ എന്താ ചെയ്തത്? ബ്ലീഡിംഗ് നിൽക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. അതും പറഞ്ഞ് ടിം കൈയിലേക്ക് നോക്കിയപ്പോഴാണ് മിലിയും അത് ശ്രദ്ധിക്കുന്നത്. രണ്ടുപേരുടെ കൈകൾ തമ്മിൽ മർജായിരിക്കുന്നു. പക്ഷെ അത് കണ്ടിട്ട് അവൾക്ക് പേടിയൊന്നും തോന്നിയില്ലെന്നാണ്. എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും പിരിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ജെമി പറഞ്ഞതുപോലെ ചെയ്തുകൂടാ? ഒടുക്കം അവരതിന് തയ്യാറാവുകയാണ്, അതും പൂർണ്ണ മനസ്സോടെ. അങ്ങനെ രണ്ടുപേരുടെ ശരീരങ്ങൾ തമ്മിൽ അടുത്തതും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ടിമ്മിന്റെ മിലിയുടെ ശരീരങ്ങൾ തമ്മിൽ മെർജാകാൻ തുടങ്ങി. കൈകളും കാലുകളും തലയും എന്തിനേറെ കണ്ണുകൾ പോലും പരസ്പരം ഒട്ടിച്ചേരുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ഒരു വയസ്സായ കപ്പിൾസ് ടിമ്മിന്റെ മിലിയുടെ വീട്ടിലേക്ക് വരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ മിലിയുടെ അച്ഛനും അമ്മയുമാണ്. അവർ വന്ന് കോളിംഗ് ബെൽ അടിച്ചതും ആരായിരിക്കും കതവ് തുറക്കുന്നത്? വേറെ ആരുമല്ല, നമ്മുടെ മിലിയും ടിമ്മും ഒന്നായിട്ട് മാറി ഇപ്പോൾ ജെമിയെ പോലെ പുതിയൊരു രൂപം തന്നെ ആയിട്ടുണ്ട്. ആ പുതിയ ആളാണ് വന്ന് വാതിൽ തുറന്നതും. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ടുഗദർ എന്ന മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.